വാഗമണ്ണിലെ വളർന്നുകൊണ്ടിരിക്കുന്ന പാറ. സൂഫി വര്യനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ അവറുകളുടെ മക്കാമുള്ള സ്ഥലം. ഇതാണ് തങ്ങൾപ്പാറ. വാഗമണ്ണിലെ ടീ ലേക്കിലും പൈൻ ഫോറസ്റ്റിലും പോയതിനു ശേഷം നമ്മൾ വാഗമണ്ണിലെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. വാഗമൺ ടൗണിൽ നിന്നും 7 കിലോമീറ്ററാണ് തങ്ങൾപ്പാറയിലേക്കുള്ളത്. ഈയൊരു ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്ററാണ് തങ്ങൾപ്പാറയിലേക്കുള്ളത്. വലത്തേക്കുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. തങ്ങൾപ്പാറയിലേക്കുള്ള വഴിപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. റോഡിൻ്റെ ഇടതുവശത്ത് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാം. നമ്മൾ തങ്ങൾപ്പാറയിലേക്കുള്ള എൻട്രി ഗേറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിന് ചെറിയൊരു ഫീസുണ്ട്. അല്ലാതെ ഇവിടെ പ്രത്യേകം വേറെ എൻട്രി പാസ് ഒന്നുമില്ല. ബൈക്കിന് 20ഉം കാറിന് 30ഉമാണ് പാർക്കിംഗ് ഫീസ്. തങ്ങൾപ്പാറ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അതുപോലെ ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രം കൂടിയുമാണ്. ഏന്തയാർ ബദരിയ മുസ്ലിം ജമാഅത്താണ് ഇവിടം പരിപാലിച്ചു പോരുന്നത്. താഴ്വാരത്ത് നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഫ്രഷ് ആവാനുള്ള ശുചിമുറികളുമുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പാറയാണ് കേട്ടോ ഇത്. താഴ്വാരത്തു നിന്നും 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ പാറ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നത്. ചെറിയ ചെറിയ മലകൾ പോലെ പാറകളും മുകളിലേക്ക് കയറുമ്പോൾ മനോഹരമായ താഴ്വാര കാഴ്ചകളുമൊക്കെ നമുക്ക് ആസ്വദിക്കാം. അങ്ങ് താഴെയായി ഒരു കുളം കാണാം. പാറയുടെ മുകളിൽ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത്രയും വലിയ പാറയാണെങ്കിലും ഇതിൻ്റെ സൈഡിൽ കൈവരികളോ ബാരിക്കേഡുകളോ ഒന്നുമില്ല. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കുക. നമ്മളിവിടെ ഒരു കോൺക്രീറ്റ് പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. തങ്ങൾപ്പാറയുടെ പ്രവർത്തന സമയമെന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ജാതി മതഭേദമന്യേ ആർക്കും ഇവിടെ വരാവുന്നതുമാണ്. ഇവിടെ ഇങ്ങനെ നടപ്പുവഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മുകളിലേക്ക് കയറും തോറും മനോഹരമായ താഴ്വാര കാഴ്ചകളാണ്. ഇതുതന്നെയാണ് തങ്ങൾപ്പാറയുടെ ഒരു ഹൈലൈറ്റ്. ഏറ്റവും ഉയരമുള്ള പാറമുകളിലെത്തിയാൽ നമുക്ക് 360 ഡിഗ്രി വ്യൂവിൽ കാഴ്ചകൾ ആസ്വദിക്കാം. ദൂരെ പാറമുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നത് കാണാം. ചെറിയ ഒരു പൊട്ടുപോലെ മാർക്ക് ചെയ്ത വഴിയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. നല്ല വെയിലുള്ള സമയത്ത് ഒരു കുപ്പി വെള്ളവുമൊക്കെയായി മല കയറുന്നതാണ് നല്ലത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിലാണ് തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. നോക്കിയേ, ആകാശത്തെ തൊട്ടുരുമിയ പോലെയാണ് പാറകൾ നിൽക്കുന്നത്. ഈ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പാറയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തെത്തിയതിനു ശേഷം നമ്മൾ കുറച്ച് താഴേക്ക് പോകും. അതായത് പിന്നെ കുറച്ച് ഇറക്കമാണ്. അവിടെയാണ് സൂഫി വര്യനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ അവറുകളുടെ മക്കാമുള്ളത്. അവിടെയാണ് ഇവിടുത്തെ അത്ഭുതമായ വളരുന്ന പാറയുള്ളത്. ഇടയ്ക്ക് ചെറിയ കുറ്റിക്കാടുകളൊക്കെ കാണാം. മൊട്ടക്കുന്നുകൾ പോലെ പാറയുടെ മലകളും. സൈഡിലേക്കൊക്കെ വലിയ കൊക്കയാണ്. ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ സ്വയം ശ്രദ്ധിച്ച് നടക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്പോട്ട്. ചുറ്റും നല്ല മനോഹരമായ കാഴ്ചകളാണ്. 360 ഡിഗ്രി വ്യൂ. ഇതിപ്പോൾ ഈവനിങ് ടൈമാണ്. ഇവിടെ എത്തുമ്പോൾ കോടയും കൂടി ഉണ്ടെങ്കിൽ കിടിലൻ ഫീലായിരിക്കും. താഴെ കൂടി പോകുന്ന റോഡുകൾ കാണാം. അങ്ങ് താഴെ പാർക്കിംഗ് ഗ്രൗണ്ടും. അവിടെ നിന്നും ആളുകൾ കയറി വരുന്നുണ്ട്. ചെറിയ രീതിയിൽ മഞ്ഞുണ്ട്. അതിനിടയിലൂടെ നമുക്ക് വാഗമണ്ണിലെ മൊട്ടക്കുന്നുകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും കാഴ്ചകളും കാണാം. ഏകദേശം വാഗമൺ മുഴുവനായും ഇവിടെ നിന്നും കാണാം. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് താഴേക്കാണ് നടക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് തങ്ങൾപ്പാറ. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാറ. ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ പാറയുടെ അപ്പുറേ ചെരുപ്പുകൾ ഊരിയിട്ടിട്ട് വേണം വരുവാൻ. ഇതൊരു ഡിവൈനായിട്ടുള്ള പ്ലേസാണ്. ഐതിഹ്യപ്രകാരം അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള സൂഫി വര്യനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തി. ഇവിടെ അദ്ദേഹം ധ്യാനത്തിനായി ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കാമാണ് ഇവിടെയുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പാറ ചെറുതായിരുന്നു. അന്ന് ഈ ചെറിയ പാറയിലാണ് സൂഫി വര്യനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ വെറ്റില പൊടിച്ചിരുന്നത് എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ മരണശേഷം പാറയുടെ വലിപ്പം വർദ്ധിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. ഈ പാറ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വിശ്വാസം. ഈ പാറയുടെ താഴെയായി ഒരു ഉറവയുണ്ട്. വറ്റാത്ത വെള്ളമാണ്. നല്ല തെളിനീരുറവ. ഇവിടെ എത്തുന്നവരൊക്കെ ഈ വെള്ളം കുടിക്കാറുണ്ട്.
ഈ ഉരുണ്ട പാറയുടെ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണേലും ഇതൊരു വിസ്മയം തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലും തോന്നും. തങ്ങൾപ്പാറ കാണാൻ വരുമ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഇവിടെ വരെയും വരിക. ആ ഒരു ഫീലിൽ മല കയറുമ്പോൾ ഒരുപാടൊന്നും മടുക്കാതെ നമുക്ക് ഇവിടം വരെയും വരുവാനും സാധിക്കും. ഈ പാറ മൊത്തം കയറി വന്നിട്ട് ഇവിടെ വരെയും വരാതെ പോയാൽ അത് വൻ നഷ്ടമല്ലേ? അപ്പോൾ ഞാനും ഇവിടെ നിന്നും മടങ്ങുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്